പാലായിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം നേതൃത്വം കണക്കിലെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ ടോണി തൈപ്പറമ്പിൽ. കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച കൗൺസിലറാണ് താനെന്നും പാർട്ടി നേതൃത്വത്തെ അംഗീകരിക്കുന്നുവെന്നും ടോണി പറഞ്ഞു. ഇവിടെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നയമുണ്ടല്ലോ, ആ നയത്തിനനുസരിച്ച് മേൽ കമ്മിറ്റികൾ തീരുമാനമെടുത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രമേയത്തിന് അനുകൂലമായി തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരാനുള്ള നമ്മുടെ പാർട്ടി നേതൃത്വം നടത്തുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. മണ്ഡലം കമ്മിറ്റി ഓൾറെഡി പ്രമേയം പാസ്സാക്കി കൊടുത്തു എന്നുള്ള പിന്തുണ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും മുകളിൽ നിന്നുള്ള കമ്മിറ്റിയിൽ നിന്നുള്ള തീരുമാനം തിരിച്ചായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഞാനൊരു അടിമുടി കോൺഗ്രസ്സുകാരനാണല്ലോ. അപ്പോൾ ഞങ്ങൾ ആ കോൺഗ്രസിൻ്റെ നയത്തിനനുസരിച്ച് നിൽക്കുന്നവരാണ്. അപ്പം ഞങ്ങളുടെ ആ പ്രശ്നങ്ങൾ ഞങ്ങൾ പാർലമെന്റ് കമ്മിറ്റി അത് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസ്സാക്കി. അത് തീർച്ചയായും ഞങ്ങളുടെ നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അവരത് ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാ കോൺഗ്രസ് കൗൺസിലർമാരെല്ലാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കോൺഗ്രസ് നേതൃത്വമാണ് നമ്മുടെ ഏറ്റവും അന്തിമമായ തീരുമാനം. അപ്പം കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും കോൺഗ്രസിന്റെ കൗൺസിലർമാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ഈ പാലായിലെ ജനവികാരത്തിനൊപ്പം നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഞങ്ങളുടെ നേതൃത്വത്തിന് ഞങ്ങളെ അറിയാലോ, ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പം ജനങ്ങളാൽ ജയിച്ചവരാണ്. അപ്പം ജനാധിപത്യ പാർട്ടിയാണ്. അപ്പം ജനങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിപ്പിച്ചുകൊണ്ട് ഈ പാലായിലെ പൊതുവികാരം തീർച്ചയായിട്ടും ഞങ്ങളുടെ നേതൃത്വം അന്വേഷിച്ച് കണ്ടെത്തി അതിനുള്ള ഉചിതമായ തീരുമാനം എടുത്ത് ഞങ്ങൾ കോൺഗ്രസ് കൗൺസിലർമാർക്ക് പറഞ്ഞു തരുമെന്നാണ് ഉറപ്പ്. ഞാനൊരു സാധാ ഒരു കൗൺസിലറാണ്. അപ്പം അദ്ദേഹം ഒരു MP ആണ്. ഞങ്ങളെല്ലാം വീട് കയറി ജയിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയില്ല, കാരണം ഞങ്ങളുടെ UDFന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായം അത് ഒരു സമന്വയമായ പാർലമെന്റ് പാർട്ടി ലീഡ് എന്ന രീതിയിൽ എല്ലാവരോടും ചോദിച്ചു മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെൻ്റെ കോൺഗ്രസ് വേദികളിൽ അത് തീർച്ചയായിട്ടും അത് അവതരിപ്പിച്ച് അത് വേണ്ട രീതിയിൽ അത് UDFന്റെ മീറ്റിംഗിൽ അത് എൻ്റെ നേതാക്കന്മാർ അത് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ.